ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു മാത്സ് വീഡിയോ സീരീസ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ ആദ്യത്തെ ക്ലാസ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, അതിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ എടുത്തിരുന്നു. അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്പർ സിസ്റ്റം, ബോട്ട് മാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ നിന്നൊരു 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്, ഇതിനൊരു സെക്കൻഡ് വീഡിയോ ഉണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അതോടെ മറ്റൊരു കാര്യം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ ഒരു വാട്സാപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിൽ ഒരു മെറ്റീരിയൽസ് ഇതിനു വേണ്ടി ഈ ക്ലാസ് കാണുകയും ക്ലാസ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അതേ തുടർന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് PDF നോട്ടുകൾ, കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ വെബ്സൈറ്റിലും അതേപോലെ തന്നെ നമ്മളുടെ വാട്സാപ്പ് ചാനലിലുമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ വാട്സാപ്പ് ചാനലിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ് ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 25ഓളം ചോദ്യങ്ങൾ നമ്മളൊരു PDF ഫോർമാറ്റിലാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾ കണ്ടു കാണും. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലിങ്കിൽ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാട്സാപ്പ് ചാനൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമല്ല, എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്, ഡെയിലി മാത്സ് ക്വസ്റ്റ്യൻസ്, ഡെയിലി റീസണിങ് ക്വസ്റ്റ്യൻസ്, ഡെയിലി സ്റ്റാറ്റിക് GK അപ്ഡേറ്റ്, ഇംഗ്ലീഷ് വൊക്കാബുലറി, ഇതെല്ലാം ഡെയിലി ബേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാട്സാപ്പ് ചാനൽ കൂടിയാണത്. സോ നിങ്ങൾ SSC, PSC, ബാങ്ക്, റെയിൽവേ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതുമാത്രമല്ല, എല്ലാ മാസവും മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മളുടെ ഈ ഒരു വാട്സാപ്പ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും വാട്സാപ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, മാത്സ് സീരീസിൻ്റെ 2ാമത്തെ ക്ലാസ് ആണിത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള, ഇവിടെയും നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോ ആദ്യത്തെ ചോദ്യം, ഇത് കാണുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതൊക്കെ ഒരു ചോദ്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്, ഞാൻ ഈ ഒരു വീഡിയോ സീരീസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്, എൻ്റെ മുൻപിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ആ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലാത്ത ഒരാളാണ് ഇരിക്കുന്നത്. അപ്പം അയാളെ കൂടെ കൺസിഡർ ചെയ്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. എക്സ്പേർട്സ് ഉണ്ടാകാം, ഇതൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ള ഒരു വീഡിയോ തുടർന്ന് കാണുക, നിങ്ങൾക്കുള്ളതും ഇതിനകത്തിലുണ്ട്. അപ്പം എല്ലാത്തരം ആളുകളെയും എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് പറയുമ്പോൾ ഞാനത് തുടക്കം മുതലേ ഇത് 0-ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ വളരെ ബേസ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? ചോദ്യം വളരെ എളുപ്പമാണ്. ഉടനെ ഇതിന് പേനയും പേപ്പറും എടുത്ത് ചെയ്യുന്നതിനേക്കാളും അല്ലാതെയും നമുക്ക് ചെയ്യാം. അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാ? കാല് അല്ലേ, ഇതിനെ നമ്മൾ കാലെന്നാണ് പറയുക, 0.25. ഇതിനെ അര, കാലും അരയും കൂടെ ആയപ്പോൾ മുക്കാലായി. ഒരു മുക്കാലും വേറൊരു മുക്കാലും കൂടെ ചേർന്ന മുക്കാലും 1.5. 1.5യും 2.5 എത്ര? 4. ഇത്രേ ഉള്ളൂ. നിങ്ങൾ എഴുതാതെ ചെയ്യുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇനി എഴുതി നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെയൊക്കെയാ? ആദ്യം 0.25, പിന്നെ അര എന്ന് പറയുമ്പോൾ 0.50, പിന്നെ 2.5, പിന്നെ 3/4 എന്ന് പറഞ്ഞാൽ മുക്കാല് 0.75. 2.5 എന്ന് പറഞ്ഞാൽ 2.50. ഇത് കൂട്ടണം. ഇത് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ 5 5 10 0 ശിഷ്ടം 1 അങ്ങനെ എഴുതി കൂട്ടാം. അല്ലെങ്കിൽ 25 50 75, 75 75 150, 150 50 200. 200 എന്ന് പറഞ്ഞാൽ എന്തുവാ? 200 പൈസ എന്നാ. അപ്പം 2 ആയി അല്ലേ? അപ്പം 2 ആയി, ഇവിടെ 2 ആയി. പിന്നെ ഈ 2ഉം ഈ 2ഉം കൂടെ കൂട്ടുക, എത്ര കിട്ടും? 4. 4 എന്ന് ആൻസർ കിട്ടി അല്ലേ? ഇനി അല്ലെങ്കിലോ ഭിന്നസംഖ്യ ആക്കി കൂട്ടാം. ചിലർക്ക് അതാ എളുപ്പം, ചിലർക്ക് അതാ ഇഷ്ടം. 0.25 1/4 എന്ന് എഴുതാമല്ലോ, എഴുതാം. പ്ലസ് 1/2 തന്നെ, പ്ലസ് 2.5 2.5 അങ്ങനെ എഴുതാം. 5ന്റെ പകുതി എന്ന് എഴുതാം. പ്ലസ് 3/4 അല്ലേ? ഇത്ര എഴുതി. ഇനി ഇതെന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കോമൺ ഡിനോമിനേറ്റർ അല്ല. ചിലയിടത്ത് 4, ചിലയിടത്ത് 2.
അപ്പോൾ നമ്മൾ പറയാം എൽ സി എം എടുക്കുക, 2ന്റെ 4ന്റെ എൽ സി എം 4 അറിയാം. ഇനി അല്ല എൽ സി എം അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ല, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം എല്ലാത്തിൻ്റെയും, അതറിഞ്ഞാൽ മതി. എല്ലാത്തിൻ്റെയും ഒരു പൊതുഛേദം ഉണ്ടെങ്കിൽ കൂട്ടാൻ എളുപ്പം. അപ്പൊ ഈ പൊതുഛേദം എവിടെ നിന്ന് കിട്ടും? എല്ലാത്തിനെയും 4 ആക്കിയാൽ മതി, പ്രശ്നം തീർന്നില്ലേ? 4 ആക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഒന്നും ചെയ്യണ്ട, ആദ്യത്തേനെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കാരണം അത് 4 തന്നെയാണ് ഡിനോമിനേറ്റർ. ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദമാണ്, ഭിന്നസംഖ്യയുടെ താഴെ എഴുതുന്ന സാധനം, അറിയാമല്ലോ. ഇനി അടുത്തത് ഇവിടെ നോക്കിക്കുക മക്കളെ, ഈ 1/2 അവിടെ എന്താ, ആ 2നെ എന്താക്കണം, 4 ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, താഴെ 2 കൊണ്ട് ഗുണിച്ചു. താഴെ 2 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണോ? അതെ. 5/2 അതും 4 ആക്കണം. അപ്പൊ താഴെ 2 കൊണ്ട് ഗുണിച്ചു, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആകും. 2 കൊണ്ട് ഗുണിച്ചാൽ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. ഇനി ഒന്നുമില്ല, എടുത്ത് എഴുതുക. 3/4 എന്തെങ്കിലും ചെയ്യണോ? വേണ്ട, അത് 4 ആയിട്ട് തന്നെ കിടക്കുക. ഡിനോമിനേറ്റർ 4 ആണ്, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനിയും ഇത് താഴെ ഇതേപോലെ എഴുതാമല്ലോ, 1/4 പ്ലസ് ഇവിടെ നോക്കിക്കുക 1 × 2 2, 2 × 2 4 പ്ലസ് 5 × 2 10, 2 × 2 4. ഇതിനെ വല്ലതും ചെയ്യണോ? വേണ്ട. ഇപ്പം കോമൺ ഡിനോമിനേറ്റർ ആയി അല്ലേ? എല്ലാവർക്കും ഡിനോമിനേറ്റർ 4 ആണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക, 2 1 3, 3 10 13 3 16, 16നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4. സോ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അടുത്ത ചോദ്യം എന്താ? ആൻസർ എത്ര കിട്ടി? 4. ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, അത് ഇതേപോലെ തന്നെ എഴുതി കൂട്ടിയാൽ മതി. എഴുതി കൂട്ടോ മനസ്സിൽ കൂട്ടോ എന്ത് വേണേൽ ചെയ്യുക. 2.75 0.03, അല്ലാതെ 0.3 എന്ന് പറയുമ്പോൾ 2.75ഉം 0.3 കേൾക്കുമ്പോൾ ഇതാ ഇങ്ങനെ എഴുതി വെക്കരുത്. ഇതിന്റെ അർത്ഥം 0.30 എന്നാണ്. 30 എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം 3 എന്നാണ്. 3ഉം 30ഉം ഒന്നാണോ? അല്ല. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 0.03 അടുത്ത എത്രയാണ്? 1.56. എല്ലാം കൂടെ കൂട്ടുക. 5 3 8 6 14ന് 4 ശിഷ്ടം 1, 7 ശിഷ്ടം 1, 8 5 13ന് 3 വീണ്ടും ശിഷ്ടം 1, 2 1 3 1 4. സോ 4.34 എന്ന് കിട്ടും മക്കളെ. ആൻസർ ഓപ്ഷനിലുണ്ടോ? യെസ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. കുറച്ച് പേര് തിരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണേ. അപ്പം ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് നമുക്ക് സാധാരണഗതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 30 × 3 അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാവേ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ, കാരണം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നോക്കിക്കുക, നമുക്ക് ക്യൂബായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിലോട്ട് എത്തിക്കാം. ഏതിൻ്റെ ക്യൂബാണെന്ന് ആ ചോദ്യം. ഇവിടെ ഒരു നൺ ഓഫ് ദിസും കിടപ്പുണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട്. ഓൾ റൈറ്റ്. സോ നോക്കുക, ആദ്യം സംഖ്യകൾ തമ്മിൽ അങ്ങ് ഗുണിക്കുക. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243 × 3 729 എന്ന് കിട്ടും. 729. ഇനി അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് എത്ര ദശാംശ സംഖ്യകളുണ്ട്, എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്. ഇവിടെ നോക്കിക്കുക, 4 3 7 2 9 1 10. ഓക്കെ. ഇനി ഡെസിമൽ പ്ലേസ് ഫിക്സ് ചെയ്യാൻ പോവാണേ. 1 2 3 4 5 6 7 8 9 അല്ലേ? 9 നമുക്ക് 10 ഡെസിമൽ പ്ലേസ് വേണം. ഇവിടെ ഒരു 30 കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ 0 ഇപ്പുറത്ത് വരണം. കാരണം എന്താ, എല്ലാം 3 അല്ലല്ലോ, ഒരു 0. അപ്പോൾ നോക്കിക്കുക, 1 2 3 4 5 6 7 8 9 10. ഈ അവസാനം 0 കൊടുത്തതിൻ്റെ കാര്യം മനസ്സിലായോ? വേണ്ട, ഞാൻ ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ചു, അതിനെയും കിട്ടിയറായില്ലെങ്കിലോ. മക്കളെ, ഇത് തമ്മിൽ ഗുണിക്കുക. ഇവിടെ 30 കിടക്കുന്നത്, 3 അല്ല. ബാക്കിയെല്ലാം 3ൻ്റെ അപ്പുറത്ത് 0 ഇല്ല. ബാക്കി ഇപ്പോൾ ഈ 30 × 3 90 എടുക്കാം അല്ലേ? പോട്ടെ, അവസാനം ഈ 0 കൊടുത്താൽ മതിയല്ലോ. തൽക്കാലം ഇതിനെ 3 × 10 എന്ന് വിചാരിച്ചോ. എന്നിട്ട് ഗുണിക്കുക. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243 × 3 എത്ര കിട്ടും? 729. ഇവിടെ 3 അല്ലായിരുന്നു, 30 ആയിരുന്നു എന്ന് പറയുമ്പോൾ 3 × 10. നമ്മൾ 3 എടുത്തുള്ളൂ, പിന്നെ 10 കൊണ്ട് ഗുണിക്കണം, ഒരു 0. അപ്പോൾ 7 2 9 0. ഇനി എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3 × 2 5 × 2 7, സോറി ഇവിടെ 4 4 3 7 × 2 9 1 10 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1 2 3 4 ഇവിടെ ഉണ്ട്, 5 6 7 8 9 10. അപ്പം ഇത് കിട്ടും. ഇനി ഇത് ക്യൂബാക്കി എഴുതണം. ഇവിടെ 9ൻ്റെ ക്യൂബ് അല്ലേ 729 എന്ന് പറയുന്നത്? അതെ. അപ്പോൾ 9 ക്യൂബ്. പക്ഷേ ഇത് 9 ക്യൂബ് ആണോ? ഇതിനെ നമ്മൾ ഹരിക്കണ്ടേ? കാരണം ഇത് ഏതോ ഡിവൈഡഡ് ബൈ, കാരണം ഇത് ഹരിച്ചുകൊണ്ടാണല്ലോ. ഇപ്പം 9 ക്യൂബ് ഡിവൈഡഡ് ബൈ
9 ഡിവൈഡഡ് ബൈ ഏതോ ഒരു സാധനം, 9 ഡിവൈഡഡ് ബൈ ഒരു 1 കഴിഞ്ഞ് കുറേ 0. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ എല്ലാം ഇങ്ങനെ ഹരിച്ചിടണം. 9 ഡിവൈഡ് ബൈ കുറേ ഇങ്ങനെയുള്ള 0 കഴിഞ്ഞ് അതിൻ്റെ സ്ക്വയർ, സോറി അതിൻ്റെ ക്യൂബ്, അങ്ങനെയാണല്ലോ ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ചെയ്യേണ്ടത് ക്യൂബ് ആക്കി എഴുതണം അല്ലേ? ക്യൂബ് ആക്കി എഴുതണം. നമുക്ക് പോയിന്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് നോക്കുക. ഈ 0 നമുക്ക് കളയാമല്ലോ, വെട്ടിക്കളയാം. കാരണം എന്താ, ഈ പോയിന്റ് കഴിഞ്ഞപ്പം 0.25 കുറേ 0 നിരത്തി ഇട്ടേക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ ഈ 0 നമുക്ക് പോയി. പിന്നെ ഇനി നിങ്ങൾ നോക്കിക്കുക, പോയിന്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇനിയും പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിരിക്കണേ. പോയിന്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഡെസിമൽ പ്ലേസ് ഉണ്ട്. നമുക്ക് ക്യൂബ് ആക്കിയാണ് എഴുതേണ്ടത്. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 9 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 9 ഡിവൈഡഡ് ബൈ ക്യൂബ് ആക്കിയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് 3 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 3. അപ്പോൾ 0 കഴിഞ്ഞ് 3 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് അതിൻ്റെ ക്യൂബ് നമുക്ക് വരുന്ന 9ന്റെ ക്യൂബാണ്. അപ്പോൾ 0 കഴിഞ്ഞ് 1, 2, ഇനി എന്താ 9ന്റെ ക്യൂബായിട്ടല്ലേ എഴുതേണ്ടത്? അതെ, 9. സോ അതിൻ്റെ ക്യൂബ്. സോ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? 0.009 ക്യൂബ്. യെസ്. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി. ശരിയാണോ? തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. ശ്രദ്ധിച്ചോണം കേട്ടോ, ഇത് ഒരിക്കൽ ചോദിച്ച് പിള്ളേർക്കൊരു കൺഫ്യൂഷൻ വന്നതാണ്. കുറേ പേര് നൺ ഓഫ് ദീസ് ഒക്കെ എഴുതി. ചിലർ എക്സ്പോണൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ നോക്കി, അങ്ങനെ പോയി അതിൽ അബദ്ധത്തിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒരു എളുപ്പ വഴി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ 3 കൊണ്ട്, പിന്നെ ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നി എന്തുകൊണ്ടാണ് സാർ 3 കൊണ്ട് ഹരിച്ചത്? നമ്മൾ ക്യൂബ് ആക്കി എഴുതുന്നതുകൊണ്ടാണ് കേട്ടോ. ക്യൂബ് ആക്കി എഴുതുന്നതുകൊണ്ടാണ് 3 കൊണ്ട് ഹരിച്ചത്. അടുത്ത ചോദ്യം എന്താണ്? 4ാമത്തെ ചോദ്യം. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് -280 വാട്ട് നമ്പർ, സോറി അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം മൈക്കിൻ്റെ കേട്ടോ. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് -280 വാട്ട് നമ്പർ യു ഷുഡ് ആഡ് ടു -450. അതായത് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് -280, നിങ്ങൾക്ക് -280 കിട്ടണം. നിങ്ങൾ 450യുടെ കൂടെ -450യുടെ കൂടെ എന്ത് ആഡ് ചെയ്യും? അതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഞാൻ മനസ്സിൽ ആലോചിച്ച കാര്യം ഇതാണ്. ഇത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ പരീക്ഷ എഴുതാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിൽ പോലും. പക്ഷേ ഇന്ന് എല്ലാ പരീക്ഷകൾക്കും അത് അങ്ങനെ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിവിടെ ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ കാരണം ഇത് പൊതുവേ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇംഗ്ലീഷിലാണ് അതിൻ്റെ ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് മലയാളത്തിൽ വേണമെങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ഒക്കെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് കൺജസ്റ്റഡ് ആയി പോയി. എനിക്ക് പിന്നെ ഇവിടെ എഴുതാനും ഒന്നും സ്ഥലം തികയത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിവതും സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് -880 കിട്ടണം. ഏത് നമ്പർ -450യുടെ കൂടെ ആഡ് ചെയ്യണം. സോ -450യുടെ കൂടെ എന്ത് കുന്തം ആഡ് ചെയ്താൽ -280 കിട്ടും അല്ലേ? സോ x ഈസ് ഈക്വൽ ടു -280, ഇതെന്താവും? പ്ലസ് ആവും 450. വലുതിൽ നിന്ന് ചെറുത് കുറച്ച്, വലുതിൻ്റെ ചിഹ്നം എത്ര കിട്ടും? 170. വെരി സിമ്പിൾ. 170. ഓപ്ഷൻ എ. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് എക്സ്. ദ നമ്പർ ഇൻ ദ 10th place ഈസ് thrice the digit in unit digit. ഫൈൻഡ് ദ നമ്പർ. അതായത് നമുക്ക് 2 അക്കമുള്ള ഒരു സംഖ്യയുണ്ട്. ഇതാണ് ആ 2 അക്കം. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എക്സ് ആണ്. ആയിക്കോട്ടെ, ഈ ഒറ്റയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 ഇൻറ്റു ആ സംഖ്യ, ഫേസ് വാല്യൂ ഇൻറ്റു. ഇപ്പം ഞാൻ 54 എന്ന് പറയുന്ന ഒരു സംഖ്യ, ഈ 4ൻ്റെ ഫേസ് വാല്യൂ ആണ് 4. അപ്പം നമ്മൾ കാണുന്ന എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് മുഖവില. ഇപ്പോൾ ഒരു സംഖ്യ എടുത്തു 54. 4ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ 4ൻ്റെ പേര്, 4ൻ്റെ അച്ഛനും അമ്മ ഇട്ടേക്കുന്ന പേര്, 4നെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? 4. ഓക്കെ, അതിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് ഒറ്റയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ഇൻറ്റു 4 എന്നാണ്. അപ്പോൾ അതാണ് പ്ലേസ് വാല്യൂ, സ്ഥാനവില. ഇനി 5ൻ്റെ ഫേസ് വാല്യൂ എന്താ? മുഖവില. 5നെ കാണുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക്? 5. അതാണ് അതിൻ്റെ ഫേസ് വാല്യൂ. സോ 5ൻ്റെ ഫേസ് വാല്യൂ എത്ര? 5. എന്നാൽ 5 ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? 10th പ്ലേസിലാണ് നിൽക്കുന്നത്, 10ൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ 10 ഇൻറ്റു 5 50 ഓൻ്റെ പ്ലേസ് വാല്യൂ. അപ്പോൾ 5ൻ്റെ ഫേസ് വാല്യൂ എത്ര? 5. 5ൻ്റെ പ്ലേസ് വാല്യൂ എന്താ? സ്ഥാനവില എത്ര? 50. അപ്പോൾ ഇത്
ഒറ്റയുടെ സ്ഥാനം വൺസ് പ്ലേസ്, ഇത് ടെൻസ് പ്ലേസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടെൻസ് പ്ലേസിലുള്ള നമ്പർ ഈ എക്സിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 3x ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സിനെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ടെൻസ് പ്ലേസിൽ കിടക്കുമ്പോൾ പ്ലേസ് വാല്യൂ എത്ര? 10. അപ്പോൾ 10 × 3 എത്ര ആയിരിക്കും? 30x ആയിരിക്കും. നമ്പർ എത്ര? ഇപ്പൊ 54 എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മൾ 54, അത് നമുക്ക് ഉദാഹരണം കൊടുക്കാം. 54 എന്ന് പറയുന്നത് എങ്ങനെയാ? 4ന്റെ പ്ലേസ് വാല്യൂ എത്ര? 4 × 1 4. 5ന്റെ പ്ലേസ് വാല്യൂ എത്ര? 5 × 10 50. ഇത് രണ്ടും കൂടെ കൂട്ടിയല്ലേ 54 എന്ന് കിട്ടുന്നത്. അപ്പൊ പ്ലേസ് വാല്യൂസിന്റെ ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് നമ്പർ കിട്ടുന്നത്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1523. 3ന്റെ പ്ലേസ് വാല്യൂ എത്ര? 3. 2ന്റെ ഫേസ് വാല്യൂ എത്ര? 3. അതായത് മുഖമില്ല. 2ന്റെ ഫേസ് വാല്യൂ എത്ര? 2. 5ന്റെ ഫേസ് വാല്യൂ എത്ര? 5. 1ന്റെ പ്ലേസ് വാല്യൂ എത്ര? 1. ഇനി ശ്രദ്ധിച്ചോണം, ഇതിന്റെ പ്ലേസ് വാല്യൂ സ്ഥാനവില വരുമ്പോൾ മാറും. 3ന്റെ സ്ഥാനവില എത്ര? 1. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. 2ന്റെ സ്ഥാനവില എത്ര? 2ന്റെ സ്ഥാനത്ത് 10ന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ എത്ര? 10. 5ന്റെ സ്ഥാനവില എത്ര? 100. 1ന്റെ സ്ഥാനവില എത്ര? 1000. അപ്പോൾ ഈ 1523 വന്ന എങ്ങനെ? 1000 × 1 1000, 500 × 100 500, 2 × 10 20, 3 × 1 3. 1523. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ എക്സ് ആണെങ്കിൽ 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ അതിന്റെ 3 മടങ്ങാന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അതിന്റെ പ്ലേസ് വാല്യൂ വരുന്നത് എത്ര ആയിരിക്കും? 3x ആയിരിക്കും. അപ്പോൾ 3x × 10. 3x അതിന്റെ ഫേസ് വാല്യൂ. കാരണം ഫേസ് വാല്യൂ 5, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 3x ആയിരിക്കും, അതേ × 10. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര കിട്ടും? 30x + x. 30xഉം എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31x എന്ന ആൻസർ കിട്ടും. 31x. ശരിയാണോ? തീർച്ചയായും. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാതെ ചിലർ ചിന്തിക്കും എക്സ് 3x എക്സും കൂടെ കൂട്ടി 4x. അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താ? ഒറ്റയുടെ സ്ഥാനത്തിൻ്റെ ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഇവിടെ 1 ആണ്, ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഇവിടെ 10 ആണ്. അപ്പോൾ 10 × 3 30x + x = 31x എന്ന് വേണം പറയാൻ. 4x ഇവിടെ ഉണ്ട്, തെറ്റാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം. If plus means multiplication, into means addition, colon means subtraction, minus means division, find the value of 28 + 10 + 40 - 8 (3). സോ ഇത് ഒരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഇത് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്, ഈ സാധനം നിങ്ങൾ അതുപോലെ അങ്ങ് എഴുതുക. 28 + 10 × 40 മൈനസ്, പക്ഷേ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ബോട്ട് മാസിൽ ഇമ്പോർട്ടൻ്റ് ആണത്. ദെൻ 8 × 3. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാം സൈൻ അങ്ങ് മാറ്റണം. അപ്പോൾ സൈൻ മാറ്റുമ്പോൾ 28 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റു. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ഇൻറ്റു ആണ്. 10 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇൻറ്റു മീൻസ് അഡീഷൻ 40. ബ്രാക്കറ്റ് അതേപോലെ ക്ലോസ് ചെയ്യുക. മൈനസ് മീൻസ് ഡിവിഷൻ. സോ ഡിവിഷൻ, മൈനസ് മീൻസ് ഡിവിഷൻ. 8 കോളൻ മീൻസ് സബ്ട്രാക്ഷൻ 3. അല്ലേ? ഒരിക്കലും 8 - 3 5 എന്ന് എഴുതി വെക്കരുത്. കാരണം ഡിവിഷൻ ഇവിടെ കിടപ്പുണ്ട്. സോ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇത് ഡിവൈഡഡ് ബൈ ഇത്, എന്നിട്ട് വേണം 3 കുറയ്ക്കാൻ. അല്ലാതെ 8 - 3 5 എന്ന് ഒരിക്കലും എഴുതി വെക്കരുത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 28 ഇവിടെ ഇൻറ്റു ഉണ്ട്, അഡീഷനും ഉണ്ട്. ആദ്യം 40ഉം 10ഉം കൂട്ടി 50 എന്ന് എഴുതി വെക്കരുത്. 28 × 10 280. 280ഉം 40ഉം 28 × 10 280ഉം 40ഉം എത്ര? 320 ഡിവൈഡഡ് ബൈ 8. കാരണം ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തുള്ള 8 കൊണ്ട് ഹരിക്കുക, -3. 320/8 എത്ര കിട്ടും? 40. 40 - 3 എത്ര? 37. 37. സോ ആൻസർ എത്ര കിട്ടും നമുക്ക്? 37. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യവും അതേപോലെയുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? 60 +
36 divided by 2 into 3 minus 5 equals question mark. ആദ്യം എന്താ ചെയ്യേണ്ടത് ഡിവിഷൻ. സോ 36/2 18 പ്ലസ് 60 ഇൻറ്റു 3 മൈനസ് 5. ഇനി എന്താ ചെയ്യേണ്ടത് ഡിവിഷൻ. 18 ഇൻറ്റു 3 54 പ്ലസ് 60 മൈനസ് 5. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കൂട്ടാനും കുറയ്ക്കാനും മാത്രമേ ഉള്ളൂ, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. ഒരു കുന്തോ നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു. നിങ്ങൾ 54 നിന്ന് 5 കുറച്ച്, 54 നിന്ന് നിങ്ങൾ 5 കുറച്ചു 49, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ 60 54 കൂട്ടിയിട്ട് 5 കുറച്ചോ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാ, എനിക്കിത് രണ്ടും പിടിച്ചില്ല. ഞാൻ 60 നിന്ന് 5 കുറച്ച് 55, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പ്ലസ് 54, 55 55 ആയിരുന്നു, 110 ആയിരുന്നു. ഇവിടെ ഒന്ന് കുറവുണ്ട്, അപ്പോൾ 109. സോ ആൻസർ എത്ര കിട്ടി? 109. അടുത്ത ചോദ്യം നോക്കാം. യെസ്, ആൻസർ 109. സോ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8. യെസ്, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഹരിക്കരുത്. ഇതിനകത്ത് ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1നെ 2 കൊണ്ട് ഹരിച്ച് ആ കിട്ടുന്ന ഉത്തരത്തിനെ 3 കൊണ്ട് ഹരിച്ച് ആ കിട്ടുന്ന ഉത്തരത്തിനെ 4 കൊണ്ട് ഹരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. സോ 1 divided by 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 into 1/2 എന്നല്ലേ? അല്ലേ? പിന്നെ എന്താണ്? അതേ ഡിവൈഡഡ് ബൈ 3/4 അല്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. 1 divided by 2 divided by 3 divided by 4. 1 divided by 2 into 3 into 4. ഇത്ര ഓർത്താണ്. വേറെ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. 1 divided by x divided by y divided by z എന്ന് പറഞ്ഞാൽ 1 divided by x into y into z ആയിരിക്കും. സോ ഈ ഒരു ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ മതി, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സോ 1 divided by 2 into 3 6, 6 into 4 24. So 1 divided by 24. ആൻസർ ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ഡി, 1 divided by 24. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ യെസ്, 1 divided by 24. അടുത്ത ക്വസ്റ്റ്യൻ, x plus x by 2 plus x by 4 plus x by 8 is equal to 15. Find x. അപ്പം നമ്മളെ ചോദ്യം ഇതാണ്, x plus x by 2 plus x by 4 plus x by 8 is equal to 15. അപ്പോൾ എനിക്ക് ഫ്രാക്ഷൻ കളയണം. ഫ്രാക്ഷൻ കളയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഈ സൈഡിൽ ഇതിൻ്റെ ഫ്രാക്ഷൻ ഇല്ലാതാവണമെങ്കിൽ എപ്പോഴും ഡിനോമിനേറ്റർ ഇല്ലാതാവണം. ഡിനോമിനേറ്റർ ഇല്ലാതാവണമെങ്കിൽ, ഛേദം ഇല്ലാതാവണമെങ്കിൽ, നിങ്ങളോട് ഒരു ഭിന്നസംഖ്യയെ കൊല്ലാൻ ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യ ഇല്ലാതാക്കണം. ഇപ്പോൾ എനിക്ക് എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഭിന്നസംഖ്യ ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വൈ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പക്ഷേ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഗുണിച്ചാൽ പോരാ, എല്ലാവർക്കും പറ്റുന്ന ആളായിരിക്കണം. അതായത് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ 3 പേർക്കും പറ്റുന്ന ആളായിരിക്കണം. ആർക്കൊക്കെ? 2നും 4നും 8നും. 2 കൊണ്ടും 4 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെട്ടിക്കളയാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആളാണല്ലേ 2ന്റെയും 4ന്റെയും 8ന്റെയും എൽസിയം. അതായത് 2ന്റെയും 4ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം, എന്നാൽ ഏറ്റവും ചെറുതുമായിരിക്കണം. ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ചെറുതാക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലിയത് വേണമെങ്കിലും എടുക്കാം. വലുതെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വലിയ ഉത്തരങ്ങൾ കിട്ടി, വലിയ ഉത്തരങ്ങളല്ല, വലിയ സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ചെറുതെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 2ന്റെയും 4ന്റെയും 8ന്റെയും ടേബിളിലുള്ള ആള് ആരാ? 8 തന്നെയല്ലേ? അതെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 8 കൊണ്ട് ഗുണിച്ചു. LHS is equal to RHS. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടെ 8 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 8 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ 8നെ x കൊണ്ട് ഗുണിച്ചാൽ 8x പ്ലസ് x by 2 into 8 പ്ലസ് x by 4 into 8 പ്ലസ് x by 8 into 8 is equal to 15 into 8. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ 8x എന്ന് തന്നെ എഴുതാം. ഇവിടെ നോക്കിക്കേ, ഈ 2നെയും 8നെയും കൂടെ വെട്ടിയിട്ട് 4, സോ 4x എന്ന് എഴുതാം. പ്ലസ് ഈ 4നെയും 8നെയും കൂടെ വെട്ടിയിട്ട് 2, സോ 2x എന്ന് എഴുതാം. പ്ലസ് ഈ 8നെയും കൂടെ വെട്ടിയാൽ 1നെ x കൊണ്ട് ഗുണിച്ചാൽ x ഈസ് ഈക്വൽ ടു 15 into 8. ഇതെല്ലാം കൂടെ കൂട്ടിക്ക് 8 4 12 2 14 1 15. 15x ഈസ് ഈക്വൽ ടു 15 into 8. ഇവിടെ വെച്ച് തന്നെ കിട്ടിയില്ലേ? 15നെ x കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 15നെ 8 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് x ഇവിടെ വെച്ച് തന്നെ കണ്ടുപിടിച്ചുകൂടെ 8 ആണെന്ന്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ, അതങ്ങനെ നിങ്ങൾക്ക് അന്നേരം ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, 15x ഈസ് ഈക്വൽ ടു 15 into 8 ആണെങ്കിൽ x എങ്ങനെ കണ്ടുപിടിക്കും?
15 ഇൻറ്റു 8 ഇവിടെ ഈ 15 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് ഹരിക്കുന്നു, വെട്ടിപ്പോകുന്നു. എത്ര കിട്ടുന്നു? 8. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ആൻസർ ഈസ് ഈക്വൽ ടു 8. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ. സോ അടുത്ത ചോദ്യം നോക്കാം. a square plus b square is equal to 139. ab is equal to 15. Find a plus b the whole square divided by ab. അപ്പോൾ ഇതിനകത്തിൽ ഈ ചോദ്യം തന്നെ ഒരു തരത്തിൽ പറഞ്ഞ കോമഡിയാണ്. നമുക്കറിയാം ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തുവാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇവിടെ അവന്മാർ എ പ്ലസ് ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര? 139 അല്ലേ? പ്ലസ് എ ബിയും പറഞ്ഞിട്ടുണ്ട്. എ ബി എത്ര? 15. നമുക്ക് 2ab ആ വേണ്ടേ അല്ലേ? നമുക്ക് വേണ്ടത് 2ab ആ. എ ബി 15 ആണ്. സോ 2 ഇൻറ്റു 15. അപ്പോൾ 139 പ്ലസ് 30 ഇസ് ഈക്വൽ ടു 169. അപ്പം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? 169. അപ്പോൾ എ പ്ലസ് ബി എന്തുവാ? എടാ എ പ്ലസ് ബിയുടെ സ്ക്വയർ 169 ആണെങ്കിൽ എ പ്ലസ് ബി എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് 169 19. ഇനി ഞാൻ ഈ ചോദ്യത്തിലെ കോമഡി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 169 കിട്ടി. 169ൻ്റെ റൂട്ട് 13 ആണ് കേട്ടോ. ഞാൻ എന്തോ അതിന് എഴുതി വെച്ചേക്കുന്നത്? 19 അല്ല, 13. 169ൻ്റെ സ്ക്വയർ റൂട്ട് 13. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 169. അതിനെ എ പ്ലസ് ബി കൊണ്ട് ഹരിച്ചാൽ എന്ത് തന്നെ ആയിരിക്കും കിട്ടുക? എ പ്ലസ് ബി തന്നെയല്ലേ കിട്ടുക. കാരണം ഇങ്ങോട്ട് നോക്ക്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 169 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. 2 ഇവിടെ കിടപ്പുണ്ട്, ഹരിച്ച് നോക്കിയാൽ. ഇനി ഇത് ഹരിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതാ ഈ സാധനം നമ്മുടെ ചോദ്യം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നല്ലേ? ഒരു സാധനത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ അതുകൊണ്ട് ഗുണിക്കുക. സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അത് നമ്മൾ വെട്ടിക്കളയത്തില്ല. പിന്നെ നമുക്ക് എന്തോ ആയിരിക്കും കിട്ടുന്നത്? എ പ്ലസ് ബി തന്നെ ആയിരിക്കും കിട്ടുക. സോ ആൻസർ എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി എത്ര നമുക്ക് കിട്ടി? ഇവിടെ 13 കിട്ടി. സോ ആൻസർ എത്രയാണ്? 13. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ 139ഉം 2ab, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. മനസ്സിലാലോചിക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 139 അവിടെ കിടപ്പുണ്ട്. എ ബി 15 ഉണ്ട്. എ ബി 15 ആണെങ്കിൽ 2ab എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും. സോ 139ഉം 30ഉം 169 അല്ലേ? അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 169 ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 169 ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 169ൻ്റെ സ്ക്വയർ 13 ആണ് അല്ലേ? അപ്പോൾ എ പ്ലസ് ബി എത്ര കിട്ടി? 13 കിട്ടി. ഇനി ചോദ്യം എന്തുവാ? ചോദ്യമാണ് ഏറ്റവും വലിയ കോമഡി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ, അതായത് ഒരു സാധനത്തിന്റെ സ്ക്വയറിനെ ആ സാധനം കൊണ്ട് ഹരിച്ചാൽ ആ സാധനം തന്നെ കിട്ടും. കാരണം ഒരു സാധനം ഇൻറ്റു ആ സാധനമാണല്ലോ ആ സാധനത്തിന്റെ സ്ക്വയർ. അപ്പോൾ ഒരു സാധനം ഇൻറ്റു ഒരു സാധനം ഡിവൈഡഡ് ബൈ ആ സാധനം എന്ന് പറയുമ്പോൾ സാധനവും വെട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് സാധനം മാത്രം കിട്ടും. അതായത് എ പ്ലസ് ബി മാത്രം കിട്ടും. സോ എ പ്ലസ് ബി എത്ര ആയിരിക്കും? 13 ആയിരിക്കും അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി കേട്ടോ. യെസ്. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി? 13. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 30 ചോദ്യങ്ങൾ, ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾ. ഈ നമ്പർ സീരീസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ആ വീഡിയോ വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങൾ കണ്ട് അത് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് അത് ഒരു മാസം മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും വേണമെങ്കിൽ 30 ചോദ്യങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ വീതം 30 ദിവസങ്ങളിൽ 30 ചോദ്യങ്ങളായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക, ചെയ്ത് പഠിക്കുക. 30 ക്വസ്റ്റ്യൻസ്. ഓക്കെ. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 30-ാം തീയതിക്ക് ശേഷം, എന്തായാലും മെയ് മാസം മുതലൊക്കെ നമ്മുടെ പരീക്ഷയുള്ളൂ, 30-ാം തീയതിക്ക് ശേഷം ആ 30 ചോദ്യങ്ങൾ ഒന്നിച്ച് ഒരു നോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. എല്ലാ പ്രാവശ്യവും എല്ലാ വീഡിയോയുടെ അവസാനം പറയുന്ന പോലെ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അസൈൻമെൻറ്റ്സും നോട്ടും കാര്യങ്ങളും എല്ലാം അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.